നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പൽ ഇന്ന് രാത്രിയോടെ നങ്കൂരമിടും. നാളെ രാവിലെ കപ്പലിൻ്റെ ബർത്തിങ് നടക്കും. 2000 കണ്ടെയ്നറുകളുമായി പടുകൂറ്റൻ കപ്പലാണ് ആദ്യം വിഴിഞ്ഞത്ത് എത്തുന്നത്. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ആണ് ആദ്യം വിഴിഞ്ഞത്ത് എത്തുക. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൻ്റെ വികസന സ്വപ്നത്തിന് പുതുവേഗമാകും. ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബെർത്തിൽ എത്തുന്ന കപ്പലിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റേഷൻ നടപടികളും ചരക്ക് നീക്കവും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തുറമുഖം സജ്ജമാണോ എന്നും ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുടെ കാര്യക്ഷമതയുമാണ് ട്രയൽ റണ്ണിൽ പരിശോധിക്കുക. ട്രയൽ റൺ പൂർത്തിയായാൽ ഉടൻ ഉദ്ഘാടനം. ഔദ്യോഗികമായി ഈ ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം തുറക്കും എന്നതാണ് പ്രതീക്ഷ. വിഴിഞ്ഞം തുറമുഖം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു. തുറമുഖത്തിൻ്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച ആരംഭിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞമെന്നും മന്ത്രി പറഞ്ഞു. ട്രയൽ റണ്ണിന് തുറമുഖത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇതിനായി കണ്ടെയ്നറുകളുമായി ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് എത്തും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിനെ സ്വീകരിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരിക്കും. 400 മീറ്റർ വരെ നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ ഉടൻ തന്നെ വിഴിഞ്ഞത്ത് എത്തുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു. ചൈനയിലെ സിയാമെൻ തുറമുഖത്ത് നിന്ന് വരുന്ന കപ്പലിലെ 2000-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കും. ഈ കണ്ടെയ്നറുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വിഴിഞ്ഞത്തേക്കെത്തുന്ന 2 ചരക്ക് കപ്പലുകളിൽ കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകും. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി സെപ്റ്റംബർ വരെ വിഴിഞ്ഞത്ത് ചരക്ക് കപ്പലുകൾ എത്തും. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണതോതിൽ നടക്കും. കപ്പൽ എത്തുന്നതിന് മുന്നോടിയായുള്ള കസ്റ്റംസിൻ്റെ അനുമതി ഉൾപ്പെടെ ലഭിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്, കസ്റ്റോഡിയൻ കോഡ്, എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് എന്നിവയ്ക്കായുള്ള അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തുറമുഖത്തെ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. ബ്രേക്ക് വാട്ടർ 2960 മീറ്ററും കണ്ടെയ്നർ ബർത്ത് 800 മീറ്ററും പൂർത്തിയായി. ഇതിൽ 600 മീറ്റർ ബർത്ത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ക്രെയിനുകളും സജ്ജമായി കഴിഞ്ഞു. തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ശ്രീനിവാസ്, അദാനി പോർട്ട് സിഇഒ പ്രദീപ് ജയരാമൻ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് സിഇഒ ശ്രീകുമാർ കെ നായർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡാനിഷ് കമ്പനി മെർസ്ക് ലൈനിൻ്റെ കണ്ടെയ്നർ ഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തുന്നതോടെ വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി മദർ പോർട്ടായി മാറും. ഓപ്പറേഷൻ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ട്രാഫിക്കാണ് നിലവിൽ ദുബൈയും കൊളംബോയുമൊക്കെ നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെർസ്ക് ലൈൻ തന്നെ വിഴിഞ്ഞത്തിൻ്റെ ട്രയൽ റണ്ണിൽ പങ്കാളിയാകുന്നത് ഈ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ചരക്ക് നിറച്ച 2000 കണ്ടെയ്നറുകളുമായിട്ടാണ് മെർസ്കിൻ്റെ സാൻ ഫെർണാണ്ടോ കപ്പൽ അടുക്കുന്നത്. ഇന്ന് പുറംകടലിൽ എത്തുമെങ്കിലും ബെർത്തിൽ അടുക്കാൻ നാളെ രാവിലെ 6 മണിയാകും. ഒരു ദിവസം കപ്പലിന് വിശ്രമം. വെള്ളിയാഴ്ച രാവിലെ മദർഷിപ്പിന് സ്വീകരണം. ടഗ് ബോട്ടുകൾ വാട്ടർ സല്യൂട്ട് നൽകും. മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രിയും അദാനി പോർട്ട് അധികൃതരും വിസിൽ അധികൃതരും ചേർന്ന് കപ്പലിനെ സ്വാഗതം ചെയ്യും. ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം ജില്ലയിലെ എംപിമാരും MLAമാരും ചടങ്ങിൽ പങ്കെടുക്കും. കപ്പലിലുള്ള മുഴുവൻ ചരക്കും തുറമുഖത്ത് ഇറക്കി അന്ന് തന്നെ സാൻ ഫെർണാണ്ടോ മടങ്ങും. തൊട്ടുപിന്നാലെ 2 ഫീഡർ കപ്പലുകൾ എത്തി ചരക്കുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. സെപ്റ്റംബർ വരെ നിരവധി മദർഷിപ്പുകളും ഫീഡർ ഷിപ്പുകളും ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്ത് എത്തും. ഇതെല്ലാം ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിരിക്കും. അതേസമയം വിഴിഞ്ഞം പദ്ധതിയിലാണ് സംസ്ഥാനത്തിൻ്റെ ഭാവി പ്രതീക്ഷയെന്നും അനുബന്ധ സംവിധാനങ്ങൾക്കായി 10,000 ഏക്കർ ഏറ്റെടുക്കുമെന്നും കാപെക്സിൽപ്പെടുത്തി 5000 കോടിയുടെ കേന്ദ്ര സഹായം ചോദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 1.7 കിലോമീറ്റർ റോഡ്, 10.7 കിലോമീറ്റർ റെയിൽ തുരങ്കപാത, റിംഗ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തിയാക്കും. രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കണമെന്നും ആവശ്യത്തിനും അനാവശ്യത്തിനും രാഷ്ട്രീയം പറയുന്നത് ഒഴിവാക്കണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അഭ്യർത്ഥിച്ചിരുന്നു.